السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم: إن مثل العلماء في الأرض كمثل النجوم يهتدى بها في ظلمات البر والبحر فإذا انطمست النجوم أوشك أن تضل الهدى. ആദരണീയരും ബഹുമാന്യരുമായ ഈ വേദിയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ പണ്ഡിത നേതാക്കൾ, ദാരിമീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ മഹാനായ ശൈഖുന ശംസുന്നയോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടും ഒത്തുകൂടിയ പ്രിയപ്പെട്ട ബഹുജനങ്ങളെ, പണ്ഡിതന്മാരെ, ഇതിന്റെ സംഘാടകരായ ദാരിമീസ് അസോസിയേഷന്റെ ക്രിയാശേഷിയുള്ള പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു ഖൈറായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മരണമടഞ്ഞു പോയ നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, മാതാക്കൾ, പിതാക്കൾ, ഗുരുനാഥന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഈ സദസ്സിൽ വന്നണഞ്ഞിട്ടുള്ള ആളുകൾ അല്ലാഹുവിന്റെ മഹാനായ ഒരു ഇഷ്ടദാസന്റെ മദദിന്റെ അതിനുവേണ്ടി മാത്രം കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു വേദി, ആ വ്യക്തിത്വത്തിന്റെ മഹത്വം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ മഹാനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം എത്തിച്ചേർന്നവർ മഹാനായ ശൈഖുന എംടി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദുആ ഇവിടെ നടക്കാൻ ഇനി ഏതാനും സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കടമ വളരെ ലളിതമായി നിർവഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു പണ്ഡിതൻ നിർവഹിച്ച സേവനത്തിന്റെ മഹിമ ആസ്വദിച്ചതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എന്നെനിക്കറിയാം. ഒട്ടേറെ പണ്ഡിതന്മാരെ കണ്ട ഭാഗ്യം സിദ്ധിച്ച ഒരു നാടാണ് നമ്മുടെ കൊച്ചു കേരളം. പല പണ്ഡിതന്മാരും അനുസ്മരിക്കപ്പെടാറുണ്ടെങ്കിലും ഈ തരത്തിൽ അനുസ്മരിക്കപ്പെടുന്ന ഒരു പണ്ഡിതനെ കേരളത്തിന്റെ ചരിത്രത്തിൽ അത്യപൂർവമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അതിശയോക്തിയാണെന്ന് നിങ്ങൾ ആരും വിലയിരുത്തുകയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ കാരണമെന്ന് പരിശോധിക്കുമ്പോൾ ആ മഹാൻ ചെയ്ത സേവന പ്രവർത്തനത്തിന്റെ മഹത്വമാണ് ഇതിന്റെ കാരണമെന്ന് കൃത്യമായി ഏവർക്കും ബോധ്യപ്പെടും. അതിന്റെ ചാലക ശക്തി എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന് നേർവഴി കാണിച്ചു കൊടുത്ത അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ടവർ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് 4 പതിറ്റാണ്ടോളം പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ്
കേരള മുസ്ലിം ഉമ്മത്തിന്റെ ഈ നവോത്ഥാനവും അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ മതബോധവും എന്ന് മനസ്സിലാക്കാൻ സമത്വത്തെക്കുറിച്ചൊരു പ്രാഥമിക പഠനം മാത്രം നടത്തിയാൽ മതി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ആലിമു അമീനുല്ലാഹി ഫിൽ അർദ്, ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വസ്തരായ വ്യക്തിത്വങ്ങൾ, അല്ലാഹുവിന്റെ അമാനത്ത് ഏറ്റെടുത്തവരാണ് ഈ സമൂഹം. അവരിൽ അല്ലാഹുവിന്റെ വിശ്വാസമുള്ള പടച്ചറപ്പിന്റെ അമീനാണ് ഇവിടെ പണ്ഡിതൻ. മാത്രമല്ല അവർ കാലഘട്ടത്തിൽ നിർവഹിക്കുന്ന ദൗത്യത്തെക്കുറിച്ചും അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്ത് ചെല്ലുന്നതല്ലേ നല്ലത്, നല്ലൊരു മജ്ലിസാണ്, ഉത്തരം കിട്ടുന്ന മജ്ലിസാണ്. കാരണം ശൈഖുനായാണ് അനുസ്മരിക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഹജ്ജാഹ് ബറക്കത്ത് കൊണ്ട് നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. അൽ ഉലമാഉ സുറുജുൽ അസ്മിന, ആലിമീങ്ങൾ കാലഘട്ടത്തിന്റെ പ്രകാശഗോപുരങ്ങൾ. കാലഘട്ടത്തിന്റെ പ്രകാശഗോപുരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രകാശഗോപുരം ഒരു സമൂഹത്തിന് വഴികാട്ടുന്ന വഴിവിളക്കുകളാണ്. അതല്ലെങ്കിൽ സമൂഹത്തിന് ലൈറ്റ് കാണിച്ചു കൊടുക്കുന്ന ലൈറ്റ് ഹൗസ്. കടലിലൂടെ സഞ്ചരിക്കുന്ന യാനപാത്രങ്ങൾക്ക് വെളിച്ചം പകരുന്നതിനാണ് പലയിടത്തും ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് നിർവഹിക്കുന്ന ദൗത്യം വഴി കാണാത്തവർക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ്. ആ ദൗത്യമാണ് ഒരു പണ്ഡിതൻ നിർവഹിക്കുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതർ ഉദ്ധരിച്ച ഹദീസാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. കമസലിൻ നുസൂം, പണ്ഡിതൻ ശരീരം ഒരു നക്ഷത്രത്തിന്റെ ദൗത്യം നിർവഹിക്കുകയാണ്. ആ നക്ഷത്രം ചെയ്യുന്ന ദൗത്യം യുഹ്തദാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും ഇരുട്ടിൽ മനുഷ്യന് ദിശ കാണിച്ചു കൊടുക്കുന്നത് പണ്ഡിതൻ. ആ പാണ്ഡിത്യത്തിന്റെ ഗരിമ നൽകിക്കൊണ്ട് സമൂഹത്തിന് ദിശ കാണിച്ചു കൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. മാത്രമല്ല പൊതുവെ തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധതയിൽ പറയുന്നു, ലൗലൽ ഉലമാഉ ലസാറൻ നാസു മിസ്ലൽ ബഹാഇ, പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ ലസാറൻ നാസു മിസ്ലൽ ബഹാഇ, മനുഷ്യർ മുഴുവൻ മൃഗങ്ങൾക്ക് തുല്യമായി പോകും. മൃഗതുല്യമായി പോകും മനുഷ്യ സമൂഹം എന്നത് കൃത്യമാണ്. ഇവിടെയാണ് നമ്മൾ ശൈഖുനായ വായിച്ചെടുക്കേണ്ടത്. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ പാണ്ഡിത്യത്തിലാണെന്ന് 4 കാര്യങ്ങൾ ലോകത്തിന്റെ നിലനിൽപ്പായി പഠിപ്പിച്ചു കൊടുത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വലിയ നല്ലൊരു മനോഹരമായ ലോകത്താണ്. നന്മ പ്രതീക്ഷിക്കുന്ന നല്ല ജനസമൂഹമാണ് മുമ്പിലിരിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധതയെ പഠിപ്പിക്കുന്ന ലോകത്ത് 4 കാര്യങ്ങളാണ് ലോകത്തിന്റെ നിലനിൽപ്പെന്ന് പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞത് അവ്വലുഹാ ബിഇൽമിൽ ഉലമാ, ഒന്നാമത്തേത് ഉലമാഇന്റെ ഇൽമ, ആലിമീങ്ങളാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശൈഖുനായുടെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സവിശേഷത. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഈ അനന്തരം? സാധാരണ ആൾ മരിക്കുമ്പോൾ അനന്തരമെടുക്കും. ആ അനന്തരങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്ന സമ്പത്ത്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറബിനോട് സവിശേഷമായ ഒരു പ്രാർത്ഥന നിർവഹിച്ചു. മഹാനവർകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം നിർവഹിക്കുമ്പോൾ കുഞ്ഞുണ്ടായിരുന്നില്ലല്ലോ അദ്ദേഹത്തിന്. മഹാനവർകൾ പടച്ചറബിനോട് പറഞ്ഞു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എനിക്ക് നീ ഒരു കുട്ടിയെ തരണം, എനിക്ക് നീ ഒരു കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. فنادته الملائكة وهو قائم يصلي في المحراب. മഹാനവർകൾ മിഹ്റാബിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പടച്ചറബിന്റെ ഉത്തരം വന്നു, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ്സാലിഹീൻ. നല്ല ഒരു കുഞ്ഞിനെ, പ്രവാചകനായ കുഞ്ഞിനെ നിങ്ങൾക്ക് ഇതാ തരാൻ പോവുകയാണ്. ഈ സംഭവം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. എന്തിനാണ് ബഹുമാനപ്പെട്ടവർ കുഞ്ഞിനെ ചോദിച്ചത് എന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നു.
وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ കൃത്യമായി മനസ്സിലാക്കണം എന്താണ് ബഹുമാനപ്പെടുന്നത്. എന്റെ ശേഷം എന്റെ അനന്തരഗാമികൾ വഴിപടച്ചു പോകുമെന്ന് എനിക്ക് ഭയമുണ്ട്. എന്റെ ശേഷം എന്റെ പിൻഗാമികൾ വഴിപടച്ചു പോകും, എന്റെ കുടുംബം വഴിപടച്ചു പോകുമെന്ന ഭയം എനിക്കുണ്ട്. കാരണം എന്റെ ഭാര്യ വന്ധ്യയാണ്. അതുകൊണ്ട് വലിയ പടച്ചവനെ നിന്നിൽ നിന്ന് സഹായമായി കുഞ്ഞിനെ എനിക്ക് നീ തരണേ തമ്പുരാനെ. എന്നിട്ട് ആ പ്രാർത്ഥനയിൽ പറഞ്ഞ വാചകം ഖുർആന്റെ ഉദ്ധരണി നോക്ക് നിങ്ങൾ. യരിതുനി വയരിതു മിൻ ആലി യഅഖൂബ്, എന്റെയും യാക്കൂബ് കുടുംബത്തിന്റെയും അനന്തരമാക്കുകയെടുക്കും. എന്റെ അനന്തരമെടുക്കും, അതുപോലെ യാക്കൂബ് കുടുംബത്തിന്റെ അനന്തരമെടുക്കും, ബനൂ ഇസ്രായേലിന്റെ അനന്തരമെടുക്കുമെന്നാണ് അതിന്റെ അർത്ഥം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ശ്രദ്ധയുള്ളവർ എങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ അനന്തരം ഒരാൾക്ക് കിട്ടുക? സ്വന്തം പിതാവിന്റെ അനന്തരം കിട്ടുമെന്ന് വിളിച്ചാൽ കുടുംബത്തിന്റെ മുഴുവൻ അനന്തരം എങ്ങനെ കിട്ടും? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. മുഫസ്സിരീങ്ങൾ ഇതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറയുന്നു, എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ അവസാനത്തെ വാക്കുണ്ട് യരിതുനി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതെങ്ങനെ കൂട്ടിച്ചേർക്കുന്നത്? ബാപ്പാന്റെ അനന്തരമല്ലാതെ മറ്റുള്ള കുടുംബത്തിലെ മുഴുവൻ അനന്തരം ഒരു കുട്ടിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തഫ്സീറിൽ വിശദീകരിക്കുന്നു, അതിന്റെ തഫ്സീറാണ് പടച്ചവനെ ഞാൻ ഭയപ്പെടുന്നത് എന്റെ കുടുംബങ്ങൾ, എന്റെ ബന്ധുമിത്രാദികൾ, എന്റെ മരണത്തിന് ശേഷം ഞാൻ ഭയപ്പെടുന്നു അല്ലാ ദീനിക ഹഖൽ ഖിയാം. പടച്ചവനെ നിന്റെ ദീനിന്റെ നിർമ്മാർജ്ജനത്തിൽ അവർ നിൽക്കുകയില്ല, ദീനിന്റെ നേരായ പാതയിൽ അവർക്ക് നിൽക്കാൻ കഴിയുകയില്ല. അല്ലാഹുവേ നിന്നിലേക്ക് അവർ നിന്റെ അടിമകളെ ക്ഷണിക്കുകയുമില്ല. എന്റെ ഭാര്യ അടവിൽ വന്ധ്യയാണ്, പ്രസവിക്കുകയില്ല. അതുകൊണ്ട് നിന്നിൽ നിന്ന് എനിക്ക് നീ നൽകണം വലതൻ വാരിസൻ മുഈനാ, ഒരു നല്ല എന്റെ അനന്തരമെടുക്കുന്ന സഹായിയായ ഒരു കുഞ്ഞിനെ എനിക്ക് നീ നൽകണം. ഈ പദത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇവിടെ അനന്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമും അതുപോലെ തന്നെ ദഅവത്ത് നടത്തണമെങ്കിൽ അറിവ് വേണം, ഇൽമ് വേണം, അതോടൊപ്പം തന്നെ ദഅവത്ത് നടത്തുകയും വേണം. അല്ലാതെ സ്വത്തല്ല അനന്തരമെടുക്കുന്നത് എന്ന് ഇതിൽ നിന്ന് കൃത്യമായി ബോധ്യമാണ്. ആ അനന്തരമാണ് പണ്ഡിതന്മാരെടുത്തിരിക്കുന്നത്, ആ ദഅവത്താണ് ഈ നിർവഹിക്കപ്പെടുന്നത്. ശംസുൽ ഉലമ നൽകിയ സന്ദേശം എന്താണെന്ന് സമൂഹത്തിന് കൊടുക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുസൂചന പഠിപ്പിച്ചല്ലോ, അർഫഉന്നാസി ഇൻദല്ലാഹി മൻസിലതൻ, ഏറ്റവും ഉയർന്ന സ്ഥാനം പടച്ചറപ്പിന്റെ കയ്യിലുള്ളത് മൻ കാന ബൈനല്ലാഹി വ ബൈന ഇബാദിഹി, അല്ലാഹുവിനും അടിമകളുടെ ഇടയിലുള്ള മധ്യവൃത്തിയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആള് പടച്ചറപ്പിനും പടച്ചറപ്പിന് അടിമകളാകുന്ന നമുക്കിടയിലുള്ള ആളാണ്. അതാരാണ്? ഉലമാക്കളെയും ചേർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അമ്പിയാക്കളും ഉലമാക്കളുമാണ് അല്ലാഹുവിനും നമുക്കുമിടയിലുള്ള വ്യക്തിത്വങ്ങൾ. അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന പദവിയുള്ളയാൾ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഇത്ര വലിയ പദവി അർഹിക്കുന്ന വ്യക്തിത്വമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ പദവി.
ചെറുപ്പം മുതൽ ഇൽമുമായി ബന്ധപ്പെട്ട് വളർന്ന ഒരു വ്യക്തിത്വം, നല്ല ജ്ഞാനമുള്ള വ്യക്തിത്വമാണ്. കിതാബോധൻ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഫദ്ബരി അവർകൾ, കണ്ണിയത്ത് ഉസ്താദ്, ഷാരിയാർ തുടങ്ങിയ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷന്മാരായ ഗുരുവര്യന്മാരിൽ നിന്നാണ് അദ്ദേഹം എഴുതു പകർന്നത്. 1937 ബാക്കിയാത്തിൽ പോയി പഠിച്ചു. അദ്ദേഹം 1940 അവിടെ അധ്യാപകനായി. അദ്ദേഹം സമസ്തയിലേക്ക് അരങ്ങേറ്റം നടത്തുന്നത് 1950 സമസ്തയുടെ 18ാം സമ്മേളനം വളാഞ്ചേരി നടക്കുമ്പോൾ ഒരു പ്രസംഗം ചെയ്തുകൊണ്ട് അതുവഴി അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. വിദഗ്ധനെതിരെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം പ്രഭാഷണം ആ കാലഘട്ടത്തിലെ മഹാപണ്ഡിതന്മാരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ആ പ്രസംഗം കൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ അദ്ദേഹം വലിയ സേവനം ചെയ്തു. 1957 പറവണ്ണ മുഹീദ്ദീൻ മുജാഹിദിന്റെ ഒഴിവിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി, 1957 സെക്രട്ടറിയായി, 96 മരിക്കുന്നതുവരെ 39 പൂർണ്ണ വർഷം സമസ്തയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ജനറൽ സെക്രട്ടറിയായിട്ട് അദ്ദേഹം തുറന്നു. ആ വാക്കുകൾക്ക് മറുവാക്കില്ലായി. ആ വാക്കുകൾ കൃത്യമായി സമൂഹം ഉൾക്കൊണ്ടിരുന്നു. ശരിക്കൊരു അഡ്മിനിസ്ട്രേഷൻ പവറുടെ നല്ലൊരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ. ആ 39 വർഷം നീണ്ടു നിന്ന സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ സേവനം ഒരു കാലഘട്ടത്തിൽ സമസ്തക്ക് മറക്കാൻ കഴിയും. വിശ്വപ്രശസ്തമാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ആദർശം എന്തെന്ന് സമൂഹത്തെ വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും പ്രസിദ്ധമായി. അള്ളാഹുവിന്റെ വലിയ മാനികമായ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു സ്വാമികൾ പറഞ്ഞു അത്രേ, ഈക്കയുടെ ഓരോ വാക്കും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനാണ് ചാപ്പനങ്ങാടി ബാപ്പു സ്വാമി എന്നതിന്റെ നിങ്ങൾക്ക് തെളിവൊന്നും വേണ്ട. ആ മഹാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ അളക്കുമ്പോൾ, സംശയമായി അളക്കുമ്പോൾ, നിങ്ങൾ ശരിക്കും നോക്കുക, ഒരു വ്യക്തി അളക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തുണ്ടാവുക ബുദ്ധിയാണ്. കിതാബ് ഓതാൻ പോയിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി. രണ്ടാമത്തെ ഗുരുത്വമാണ് ഗുരുവന്മാരുടെ കയ്യിൽ നിന്ന് പഠിച്ചു കൊടുക്കുന്നത്. മറ്റൊന്ന് മഹാന്മാരുമായുള്ള ബന്ധം. ഈ 3 ദൃഷ്ടികോണിലൂടെയും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ നിങ്ങളൊന്ന് പരിചയപ്പെട്ടു നോക്കി. അറിയാത്തവരല്ല ഭൂരിഭാഗവും, എല്ലാവർക്കും അറിയാം. എങ്കിലും സാന്ദർഭികമായി സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന നിഴമത്തിൽ ഏറ്റവും വലിയ നിഴമത്ത് ബുദ്ധി തന്നെ. ആ ബുദ്ധി ഒരു മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തുല്യമായ മറ്റൊന്നുമില്ലെന്നാണ് മഹത്തുക്കൾ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ബുദ്ധിശക്തിയുള്ളവന് ഒരു പ്രത്യേകതയുണ്ട്. ബുദ്ധിക്കൊരു പ്രത്യേകതയുണ്ട്. അഖിൽ എന്ന് പറയുന്ന സംഗതിയോട് തുല്യം നിൽക്കുന്ന വേറൊന്നും ഭൂമിയിൽ. അഖിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അഖിലിനോട് തുല്യമായി നിൽക്കുന്ന മറ്റൊരു സംഗതി ഒരു മനുഷ്യൻ അല്ലാഹു തരാനില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ബുദ്ധി പൂർണ്ണമായി നൽകിയിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവം വളരെ നന്നാവുകയും അവൻ ഔന്നത്യമാർന്ന സ്ഥാനം പ്രാപിക്കുകയും ചെയ്യും. മഹാന്മാരെ പറഞ്ഞ അങ്ങനെയാണ്. അന്ന കമാലുൽ അഖ്ലി വ തമാമുഹു യുഗ്ലിയാനി ഖദ്റുൽ മർഇ ബൈനന്നാസ്. തമാമുൽ അഖ്ലി ഒരു മനുഷ്യനെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധി വർദ്ധിപ്പിക്കും. ആളുകൾ അയാൾ ഔന്നത്യത്തോടെ അത് ശൈഖുനാക്കുണ്ടായിരുന്ന പ്രത്യേകതയെ കവിതയിൽ പറഞ്ഞത്, സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബുദ്ധിവൈഭവമുണ്ട്. ലഹു ഖുവ്വത്തുൻ അഖ്ലിയത്തുൻ ലാ യുറാലഹാ മുമാസീലത്തുൻ മിനൽ ഖിയാസി ബിഗാലിബീൻ. സാധാരണക്കാരുടെ ബുദ്ധിയുമായി തട്ടിപ്പിടിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധി അപാരം തന്നെയാണ്. അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന നിഴമത്തിൽ വെച്ച് അതിമഹത്തായ നിയമത്തിൽ ഒന്നാണ് ഈ ബുദ്ധിവൈഭവം എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒന്നും പറയാറില്ല. തന്റെ ബുദ്ധിവൈഭവം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കാറില്ല.
വിഷയങ്ങൾ വരുമ്പോഴാണ് ഇതിന്റെ ഗൗരവത്തിൽ അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആ ദൈക്ഷണിക ശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മഹത്തുക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതനടക്കം പറഞ്ഞല്ലോ, ശൈആനി യുഖ്സിയാനിൽ ഖൽബ്, രണ്ടു കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെ കടുപ്പിക്കും. ഹൃദയത്തിൽ കസാവത്ത് കയറിയാൽ പിന്നെ നന്മയൊന്നും ചെയ്യാൻ പറ്റില്ല, നന്മയിലേക്ക് വീശാൻ പോകൂല മനസ്സ്. അതെന്താണ്? കസറത്തുൽ കലാം. ഒന്ന് കസറത്തുൽ കലാമാണ്, ധാരാളം സംസാരിക്കുക. രണ്ടാമത്തെ ഒന്ന് കസറത്തുൽ അസ്ൽ, ധാരാളം ഭക്ഷിക്കണം. ഈ രണ്ടിനെയും ശൈഖുനായിൽ വെച്ച് തീർത്ത് പറഞ്ഞു നോക്കും. അദ്ദേഹം വളരെ കുറച്ച് സംസാരിക്കും. ആവശ്യമില്ലാതെ ഓരോന്ന് പറയുന്ന സ്വഭാവം, ആവശ്യത്തിന് മാത്രം സംസാരിക്കും, മൗനം പാലിക്കും. ഭക്ഷണമാണെങ്കിൽ സാധാരണക്കാരൻ കഴിക്കുന്ന ഭക്ഷണം പോലും കഴിക്കില്ല. കൂടെ ഭക്ഷണം കഴിച്ചവർക്കൊക്കെ അറിയാം. വളരെ ലളിതമായ ഭക്ഷണമേ കഴിക്കൂ, ലളിതമായ വസ്ത്രമേ ധരിക്കൂ. അതിലപ്പുറം ചെയ്യാൻ അദ്ദേഹത്തിന് സൗകര്യമൊക്കെ കൊടുത്താൽ. ലാളിത്യത്തിന്റെ മകളുടെ ഉദാഹരണമായി നമുക്കിടയിൽ ജീവിച്ചു ബഹുമാനപ്പെട്ടവർ. അതേസമയം ആദർശം അദ്ദേഹം വ്യക്തമായി സമൂഹത്തെ പഠിപ്പിച്ചു. അതിനുവേണ്ടി നീണ്ട പ്രസംഗം ആവശ്യമുള്ളപ്പോൾ സംസാരിക്കാം, ആവശ്യമുള്ളപ്പോൾ സംസാരിച്ചുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തി. കാരണം വിദേഹത്ത് കടന്നു വരുമ്പോൾ അത് ഗൗരവമുള്ള കാര്യമായി കാണും. അദ്ദേഹം ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർവഹിക്കുന്ന വലിയ ദൗത്യമാണ്. സമസ്തയുടെ വാഹനത്തിൽ തന്നെ ഈ ആദർശ പ്രചരണത്തിന് വേണ്ടി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം ജനങ്ങൾ ആ കാലഘട്ടത്തിൽ ബിദ്അത്തിനെ വല്ലാതെ സ്നേഹിക്കും. ജനങ്ങൾ ബിദ്അത്തിലേക്ക് വല്ലാതെ ഒഴുകും. സുന്നത്തിനെ അവർ നിശ്ചലമാണ്. സുന്നത്തിൽ താല്പര്യമില്ലാത്ത ബിദ്അത്തിൽ താല്പര്യമുള്ള ഒരു തലമുറ കടന്നു വരുമെന്ന് ബഹുമാനപ്പെട്ടവർ പറയും. അതിന്റെ പരിണിത ഫലത്തെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബിദ്അത്ത് ജീവിക്കുകയും സുന്നത്ത് അപ്രസക്തമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സമൂഹം പോകും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ പ്രതിരോധം തീർക്കണം. ബൗദ്ധികമായ പ്രതിരോധം, ബുദ്ധിപരമായ പ്രതിരോധം. ആ ബുദ്ധിപരമായ പ്രതിരോധമാണ് ബഹുമാനപ്പെട്ടവർ തീർത്തത്. ഈ സമൂഹത്തിന് എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് അഖിലിയും നഖിലിയുമായ ദലീലുകളുടെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ട് കഴിഞ്ഞു. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുകളുടെ തലപ്പെട്ട് വരുമ്പോൾ വലിയ പ്രതിസന്ധിയായിരുന്നു. പോലെ അതിശക്തമായ പ്രതിസന്ധി. ചോറ്റൂർ കൂരൂർ തൊരീഖത്തുകാർ പലതരത്തിലുള്ള അല്ലാഹു ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നത് വരെ പടച്ചറപ്പിനെ ആരാധിച്ചാൽ മതി. പിന്നെ നിസ്കാരമൊന്നും വേണ്ട. അല്ലാഹു ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമൊന്നും ഒന്നും വേണ്ട. അത് മതി. അദ്ദേഹത്തിന്റെ അവരുടെ ഈ തൊഴിലുകാരുടെ ഈ പ്രവർത്തനം അദ്ദേഹത്തിന് മുമ്പിൽ വെല്ലുവിളി. അദ്ദേഹം വളരെ കൃത്യമായതിന് നേരിട്ട് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി. ഖാദിയാനികൾ വന്നു. ഖാദിയാനികൾ സമൂഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾക്കറിയാം. 3 വക്ത് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്ഥാനം വന്നു ഇവിടെ. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ചിന്തകളെയും നമ്മുടെ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെയും ഭിന്നിപ്പിക്കാൻ പലരും ഇവിടെ. അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു ബഹുമാനപ്പെട്ടവർ തലപ്പത്ത് വന്നത്. അതിനൊക്കെ പുറമെ തനിക്കുഫരി എന്ന് പ്രചരിപ്പിച്ച ഖാദിയാനികൾ, അതിന്റെ പുറമെ 1975 മിഷണറി പ്രവർത്തനം ഏർനാട്ടിലേക്ക് ചെക്ക് അതിശക്തമായ മിഷണറി പ്രവർത്തനം കിഴക്കൻ ഏർനാടിന്റെ മണ്ണിൽ വന്നുകൊണ്ട് വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ടും സഹായം കൊടുത്തുകൊണ്ടും ജനസമൂഹത്തെ അവർ പ്രത്യേകമായി അവരുടെ ധർമ്മത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഹിമായത്തുൽ ഇസ്ലാം സംഘം എന്ന് പറയുന്ന സംഘം രൂപീകരിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു മുസ്ലിങ്ങൾ. എടക്കര ജമാലുദ്ദീൻ മുസ്ലിയാർ എന്ന പ്രൊഫസർ പണ്ഡിതന്റെ നേതൃത്വത്തിൽ എടക്കരയിലെ ജനങ്ങൾ അതിശക്തമായി പ്രതിരോധം തീർക്കാൻ തീരുമാനിച്ചു. അവർക്കെതിരെ ശക്തമായി പ്രബോധനം നിർവഹിക്കുക എന്ന ദൗത്യം എങ്ങനെ നിർവഹിക്കണമെന്ന് അവർ ചിന്തിച്ചപ്പോൾ ഏകകണ്ഠമായി അവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട ശോധന ശംസുനെ കൊണ്ടുവരാം. മതസൗഹൃദത്തിന് ഭംഗം വരാതെ ഇസ്ലാമിക ആദർശങ്ങൾ ഏവനും തിരിയുന്ന രീതിയിൽ മനോഹരമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിന് പ്രതിരോധം തീർക്കാൻ കേരളത്തിലും അദ്ദേഹമാണ് യോഗ്യൻ. ആ ഒരു കൺസെപ്റ്റിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു. 1981 ഫെബ്രുവരി 20 പ്രസംഗമെന്ന്
ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണുവാൻ കഴിയും. അതിന് നേതൃത്വം കൊടുത്തതിന്റെ മുൻപിലുണ്ടായിരുന്ന ജോൺ മുണ്ടക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൺ മുണ്ടക്കൽ എന്ന് പറയുന്ന വ്യക്തി കോതമംഗലം, അദ്ദേഹം അവിടെ ജനിച്ചു. ഡേവിഡ് സുസമ്മ ദമ്പതികളുടെ മൂത്ത മകൻ. അയാൾ മിഷണറി പ്രവർത്തനം പഠിച്ചു. 1964 ആലുവ മംഗലപുരം സെമിനാരിയിൽ 3 കൊല്ലം പഠിച്ചിട്ട് പിന്നെ അദ്ദേഹം ആർച്ച് ജോസഫ് കേളന്തരയുടെ നേതൃത്വത്തിൽ 8 വർഷം പഠിച്ചു. 11 വർഷം പഠനം, നീണ്ട പഠനം. ആ പഠനം നടത്തിയ വ്യക്തി ഈ സംഘത്തിൽ ഉണ്ടായി. അന്നവർ മലപ്പുറത്ത് വന്ന് കൃത്യമായ ചരിത്രം പറഞ്ഞാൽ ചരിത്ര പുസ്തകം നോക്കിയാൽ കാണാം 40 അംഗ സംഘമാണ് പ്രബോധനത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്നത്. അവരുടെ ലീഡർഷിപ്പ് റവറൻഡ് ഫാദർ ജോൺ ചങ്ങനാശ്ശേരി. വണ്ടൂരിൽ കരുണാലയ ഹോസ്പിറ്റലായിരുന്നു. കരുണാലയ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റൽ വന്നുകൊണ്ട് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോഴാണ് ജമാലുദ്ദീൻ മുസ്ലിയുടെ നായകത്വത്തിൽ നിർബന്ധിത സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ ഹിമായത്തുൽ ഇസ്ലാം സംഘമുണ്ട്. ശൈഖുനായ കൊണ്ടുവന്ന ശൈഖുന പ്രസംഗിച്ചു. ആ പ്രസംഗം ശരിക്കും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം ശരിക്കും സുറിയാനി ഭാഷയുള്ള ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസംഗിച്ചു. സുറിയാനി ഭാഷയുള്ള ബൈബിൾ എന്ന അപൂർവമാണ്. അഥവാ പുരോഹിതന്മാരായ ആളുകളുടെ കയ്യിൽ പോലുമില്ലാത്ത, അവർക്ക് തിരിയാത്ത ഭാഷ മനോഹരമായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വാക്യാത്തിൽ പഠിക്കുന്ന കാലത്ത് കൺവേർട്ട് ചെയ്തു വന്ന ഒരാളിൽ നിന്നാണ് ഈ ഭാഷ അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിൽ നിന്നാണ് സുറിയാനി ഭാഷയുള്ള ബൈബിൾ കിട്ടിയതെന്ന് ശൈഖുന പറഞ്ഞിട്ടുണ്ട്. മനോഹരമായ ശൈഖുന അവിടെ നടത്തി. മതസൗഹാർദ്ദത്തിന് ഭംഗം വരാതെ, പൊതുസമാധാനത്തിന് കോട്ടം തട്ടാതെ നമ്മുടെ ആദർശം ശരിക്കും അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ആ ആദർശ വിശദീകരണം മുഴുവൻ ആളുകൾക്കും ശരിക്കും ബോധിച്ചു. ഈ റവറൻ ഫാദർ ജോൺ ചങ്ങനാശ്ശേരി അടക്കമുള്ള ആളുകൾ അത്ഭുതം കൂടി. ജോൺ മുണ്ടക്കൽ എന്ന് പറയുന്ന വ്യക്തി പിന്നീട് ഇസ്ലാമിലേക്ക് വരാൻ ശൈഖുനായുടെ പ്രസംഗമാണ് കാരണം. അദ്ദേഹം നന്ദിയിൽ പോയി പഠിച്ചു. അങ്ങനെ അദ്ദേഹം ജോൺ മുണ്ടക്കൽ, ഇബ്രാഹിം മുണ്ടക്കലായി എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ക്ലിപ്പുകൾ നിങ്ങൾ കേട്ടിരിക്കും. 1984 എറണാകുളത്ത് കർദിനാൾ കോൺഫറൻസിൽ ശൈഖുനായുടെ പ്രസംഗത്തിൽ പറഞ്ഞ പരാമർശ ചോദ്യങ്ങൾ വന്നപ്പോൾ മറുപടി കിട്ടിയില്ലാണെന്ന് അദ്ദേഹം പറയുന്നത്. ഞാനതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. സഹോദര സമുദായത്തെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ചരിത്രം ഉദ്ധരിച്ചു വന്നു. അന്ന് അതുകൊണ്ട് യാതൊരു തരത്തിലും ഒരു സംഘർഷമോടെ ഇല്ലാതെ മനോഹരമായി ബൗദ്ധികമായി നേരിടേണ്ടത്. പിന്നെ കുറെ കെട്ടുകഥകളൊക്കെ പലരും പറയാറുണ്ട്. കെട്ടുകഥകളൊന്നും പറയേണ്ട കാര്യമില്ല. കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നതില്ല. മര്യാദക്ക് ഉള്ള കാര്യം പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനത്തിന്റെ ഒരു ഇമ്പാക്ട് ആയിരുന്നു ഈ വ്യക്തി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് വന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനായത് ഇബ്രാഹിമായി. അയാൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കഥകളും മയ്യത്ത് ഹയാത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ അതൊന്നും അതുമായി ബന്ധപ്പെട്ടതായിട്ട് കാണുന്നില്ല. ആധികാരികമല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് കറാമത്ത് വരുത്തേണ്ട ഒരു കാര്യവുമില്ല. ശൈഖുന അതിന്റെ ഒക്കെ മേലെ. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ഒരു മതം ഒരാൾക്ക് കിട്ടിയാൽ, ആ മതം കിട്ടിയാൽ അവിടെ ആ കറാമത്ത് കൊണ്ട് അവർ ഉദ്ധരിക്കുന്നതും പറയുന്നതും പരിശുദ്ധ പ്രവാചകന്റെ ഹാജരായി എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഞാനിതിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അമിതത്വം വേണ്ട. വളരെ കൃത്യമാണ് ശൈഖുന അന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അന്തസ്സ് കാത്തു. റസൂലുള്ളാഹിന്റെ മതം ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പല്ലേ? ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഒരു വ്യക്തിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മതം നിഷേധിച്ചിട്ട് അവരൊന്നും പേടിക്കാല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഒരു വ്യക്തിക്ക് നല്ല കാവൽ കൊടുത്താൽ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കാവലുകൾ കിട്ടിയാൽ, വനാന്തരത്തിലുള്ള ഒരവസ്ഥയിൽ പോലും അവനെ സിംഹം ആക്രമിക്കാൻ പിന്നെ വരില്ല. സിംഹം പോലും മടങ്ങിപ്പോകും അതിന്റെ കൂട്ടിലേക്ക്. ആ സിംഹം പോലും ആക്രമിക്കാത്ത അവസ്ഥ കിട്ടും. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയായ ഒരു ശത്രുവും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അടുക്കൂല. അല്ലാഹുവിന്റെ ജീവിതത്തിൽ വളരെ ബഹുമാനപ്പെട്ടവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. തലകുലിക്കാതെ ജീവിച്ചു, ആരുടെ മുമ്പിലും തലകുലിക്കാതെ ജീവിച്ച ഒരു മനുഷ്യനും അദ്ദേഹം ഒരു പദവി കൊടുത്താൽ എതിർക്കൂല. ഓരോ പ്രസ്താവന അദ്ദേഹത്തിന് വന്നാൽ പിന്നെ എതിർപ്പ് വരില്ല.
അത്ര കണിശമായി സമൂഹത്തെ ശരിക്കും പ്രതിരോധിച്ചു, വിദഗ്ധത്തിനെ പ്രതിരോധിച്ചു, കാദിയാനികളെ പ്രതിരോധിച്ചു, ത്വരീഖത്തുകളെ പ്രതിരോധിച്ചു, ദീനിയല്ലാത്ത ത്വരീഖത്തുകളെ പ്രതിരോധിച്ചു. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇമാം മൂസലി തങ്ങൾ പറഞ്ഞ വാചകം തന്നെ, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂതർ തന്റെ ഉമ്മത്തിനെ തന്റെ മില്ലത്തിൽ നിർത്തിയിട്ട് ഒരു കോട്ട കെട്ടി സംരക്ഷിച്ചതുപോലെ സന്താനങ്ങളുമായി കാട്ടിൽ ഇറങ്ങുന്ന ഒരു സിംഹമാ കുട്ടികളെ എങ്ങനെ പരിരക്ഷിക്കുമോ, സമത്തയുടെ സുന്നത്തുമാറ്റിന്റെ മക്കളെ ഒരു കോട്ട കെട്ടി പരിരക്ഷിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരാളുണ്ടായിരുന്നു, ഒരു കപ്പിത്താൻ, നമ്മുടെ ഒരു പ്രിയപ്പെട്ട നായകൻ. ആ നായകനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ. അദ്ദേഹത്തിന്റെ ബുദ്ധിവൈഭവം അപാരമാണ്. ആ ബുദ്ധിവൈഭവത്തെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. കണ്ണിയത്ത് ഉസ്താദ് വരെ പറഞ്ഞില്ലേ, കണ്ണിയത്ത് ഉസ്താദിലേക്ക് പഠിക്കുന്ന സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് പറയുന്ന ഓരോ കാര്യങ്ങൾ നിഷ്കാരാക്കും. അവസാനം കണ്ണിയത്ത് കുറെ കിതാബ് എന്നൊക്കെ പറഞ്ഞു തന്നെ, നീയും ഞാനും മുജിത്തയിലാണ്, രണ്ട് മുജിത്തയിൽ ഒരു സ്ഥലത്ത് വേണ്ട, നീ ബാക്കിയത്തിൽ പോയിക്കോ അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് പിതാവിന്റെ അടുത്ത് പറയുന്നത്, അപ്പോഴാണ് കോയട്ട് നേരെ പിടിച്ചിട്ട് ഷാരിയാത്തിയിലെ കൊണ്ടുപോകുന്നു. അഹമ്മദ് കോയ ഷാരിയാത്തി, ഇന്ത്യൻ മുഫ്തി. ആ മഹാന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ശൈഖുനായ ആദ്യം പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഇൽമൊന്ന് പരിശോധിക്കണം, ബാക്കിയാത്തിൽ പോകാൻ കണ്ണിയത്തുസ്താദ് പറഞ്ഞിട്ടത്രേ. ജബർ മുഖാബലിന് കണക്ക് ചെയ്യാൻ കൊടുത്തതും അത് ഈസിയായിട്ട് മനക്കണക്കായി ചെയ്തതും ആ കാലഘട്ടത്തിൽ ഈ സംഭവം അറിയാവുന്നതോട് ധരിച്ചിട്ടുണ്ട്. ഷാരിയാത്തി ഉസ്താദ് അദ്ദേഹത്തിന്റെ അഥവാ ശൈഖുനായുടെ ബുദ്ധിവൈഭവം ഒരു നിമിഷം കൊണ്ട് അളന്നു. വലിയ വലിയ ആളുകൾക്ക് വലിയ വലിയ ആളുകളെ വേണ്ടി അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു ബാക്കിയാത്തിൽ പോയി ഷെയ്ഖാദ് മദ്രസയുടെ അടുത്ത് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ എന്താ അറിയാം, ഷെയ്ഖുനായി എഴുതിയ ഉത്തരക്കടലാസുകൾ പ്രത്യേകം എടുത്ത് സൂക്ഷിക്കും. ഖുർത്തുബി പോലുള്ളവർക്ക് ഇത് ശറഹാണ് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖാദ് മദ്രസ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് സഹപാഠികൾ പറഞ്ഞു. അതൊരു മനുഷ്യന്റെ ബുദ്ധിവൈഭവത്തിന്റെ അപാരത. ഏത് പന്നിൽ ഇത് പുല്ലു പന്നിൽ പന്നേതാവട്ടെ മറുപടി വളരെ കണിശമായി അത്ര കൃത്യമാണ്. അതാണ് ഒരു ബുദ്ധിവൈഭവം. ഒരു മനുഷ്യനാണ് കൊടുക്കുന്ന ഏറ്റവും വലിയ നിയമത്താക്കലാണ്. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധിശക്തി പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ അഗ്ജാദ് വർഗത്തെ കൊണ്ട് പഠിത്തത്തിൽ നമുക്ക് ഇൽമ പ്രദാനം ചെയ്യട്ടെ. അമ്മി പറഞ്ഞ കുറെ കിട്ടും. ഞാൻ കൃത്യമായിട്ടാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ അനുഗ്രഹവും അദ്ദേഹത്തിന്റെ ചില നിർദ്ദേശങ്ങളുമാണ് ഇന്നും പ്രസംഗവേദിയിൽ 31 കൊല്ലമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. അതിന്റെ ഒരു വൈഭവം വെറുതല്ല, അനുഭവം ശരിക്കും ബോധ്യം. അദ്ദേഹം ചേർത്ത് പിടിച്ചാൽ അതിന്റെ ഗുണം വളരെ വലുതാണ്. ഞാൻ അഹങ്കരിച്ചല്ല പറയുന്നത്, അഭിമാനത്തിലേറെ വിനയത്തോടു കൂടിയാ പറയുന്നത്. അള്ളാഹു അദ്ദേഹത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഗുരുത്വവും അതുപോലെ തന്നെ മഹാന്മാരുമായുള്ള ബന്ധവും. ഇവിടെ തന്നെ തുടക്കത്തിൽ ഫത്താഹിദാരിൽ ഈ നാട്ടിലെ മഖാമുമായി അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നിങ്ങൾക്ക് നൽകി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മഹാന്മാരുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് അപാരമാണ്. അദ്ദേഹം സയ്യിദന്മാരെ വല്ലാതെ ബഹുമാനിച്ചു. അതേത് വിഭാഗം സയ്യിദന്മാരാണെങ്കിലും ശരി, നമ്മെ ഇന്നും നയിക്കുന്നു സയ്യിദന്മാർ. സമഗ്ര ജമിയത്തുകളുടെ തലപ്പത്ത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ അദ്ദേഹം ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. സംഘാടകർ അദ്ദേഹത്തിന്റെ കാരണവും അറിയിച്ചതും അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഗുരുവര്യനാണ് എന്നതിനാണ് ശ്രദ്ധേയം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എല്ലാ സയ്യിദന്മാരെയും നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ട് സയ്യിദന്മാരുടെ ബഹുമാനമുണ്ട്. ആ ബഹുമാനം നമുക്ക് പഠിപ്പിച്ചു തന്നത് സമസ്തയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ആ കാര്യത്തിൽ പ്രകടിപ്പിച്ച അനിതര സാധാരണമായ വൈഭവം അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരൻ ഇ കെ ഹസൻ മുസ്ലിയാർ മരിക്കുമ്പോൾ മഞ്ഞപ്രവർത്തിക്കാൻ ഏറ്റവും യോഗ്യരായ ആളുകൾ അവിടെയാണ്. ഏറ്റവും യോഗ്യരായ ആളുകൾ ശൈഖുനാ ശംസുൽ ഉലമാ തന്നെ സ്വന്തം സഹോദരന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ജ്യേഷ്ഠന് മതിയല്ലോ, ആലിമാണ്, ഏറ്റവും അടുത്ത ബന്ധുവാണ്. അതിലപ്പുറത്ത് എന്ത് വേണം? മാത്രമല്ല അതിനപ്പുറത്ത് വേണമെങ്കിൽ കമാലുദ്ദീൻ ഉമർ ഖാദിരിയുടെ ചില്ലറക്കാരൊന്നുമല്ലല്ലോ. കമാലുദ്ദീൻ ഉമർ ഖാദിരി ശൈഖ് അവർകൾ
ഇനി അതും പോലെ തൊട്ടപ്പുറത്ത് മുത്തിസൂൽ അഹമ്മദാജി, അവർക്കൊക്കെ കേരളത്തിൽ മക്കാമുകളുണ്ട്, ജനങ്ങൾ ആദരിക്കുന്നുണ്ട്, നികുതി കഴിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, സിയാറത്ത് നടത്തുന്നുണ്ട്. സാധാരണക്കാരല്ല, നമ്മളെ പോലെയൊന്നുമല്ല, കേവല പണ്ഡിതന്മാരുമല്ല, അള്ളാഹുവിലേക്ക് അടുത്ത മഹത്തുക്ക. ആ 3 മഹത്തുക്കൾ ആ കുടുംബത്തിൽ നിൽക്കുമ്പോഴാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രതീക്ഷയുടെ മയ്യത്ത് വെക്കുന്നത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണം. ഇനി അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം കൂടി മനസ്സിലാക്കണം. അന്ന് കേരളത്തിൽ ഖുർആൻ പരിഭാഷാ വിഭാഗത്തിന്റെ ഒരു ചെറിയ പണ്ഡിതോചിതമായ ചർച്ച നടക്കുന്ന സമയം. പലരും അത് വിഭാഗീകരിക്കാൻ അങ്ങനെയല്ല, പണ്ഡിത ചർച്ചകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇഖ്തിലാഫുൽ അയിമ്മ ഉണ്ടായിട്ടില്ലേ എന്ന പോലെ ഖുർആൻ പരിഭാഷയെക്കുറിച്ച് 2 വീക്ഷണം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അത് പോരല്ല, തമ്മിലടിയല്ല, വിഭാഗീയത. ബഹുമാനപ്പെട്ട KV ഉസ്താദും അതുപോലെ തന്നെ ശൈഖുനാ ശംസുലമയും 2 അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ആ അഭിപ്രായത്തിൽ KV ഉസ്താദിന്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ സാമ്യം നിൽക്കുന്ന ഒരു ചിന്താഗതി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കുണ്ടെങ്കിലോ? കാരണം KV ഉസ്താദ് അവരുമായി ആ രീതിയിൽ പെരുമാറുന്ന ആളായി. ഞാൻ അങ്ങനെ തന്നെ പറയാം. മാത്രമല്ല ഈ മനുഷ്യരെ ശ്രമിക്കാറോ ബഹുമാനപ്പെട്ടവർ എല്ലാത്തിലും കണിശതയും സൂക്ഷ്മതയും പുലർത്തുന്ന മഹാൻ പണ്ഡിതന്മാർ പലതരത്തിലാണ്. അദ്ദേഹം തഹ്ദീറുൽ ഇഖ്വാൻ അലാ തർജമത്തിൽ ഖുർആൻ എന്ന ഗ്രന്ഥം എഴുതിയ ഖുർആൻ പരിഭാഷാ വിഭാഗത്തിൽ അദ്ദേഹം എവിടെ നിൽക്കുന്നു തെളിയിക്കാൻ അത് മതി. ആ സമയത്ത് പോലും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ബഹുമാനപ്പെട്ട ശംസുലമ പ്രതീക്ഷിക്കുന്നു. എന്താണ് അതിനർത്ഥം? സയ്യിദ് കുടുംബത്തോടുള്ള ബഹുമാനം. സ്വന്തം ഭാര്യ മരിച്ച സംഭവിച്ചത് നിങ്ങൾ ഇമാമത്ത് നിൽക്കാൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തന്നെ പ്രതീക്ഷ. അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. ഇമാമത്ത് അല്പം ദൈർഘ്യമുണ്ടായി കാരണമൊക്കെ തങ്ങൾ വരാൻ വൈകുമെന്ന് പറഞ്ഞു. വൈകിയാൽ യാത്ര നീട്ടി ഓതം. ഞാൻ പറഞ്ഞു വരുന്നത് ആ വൈകാരികമായ ബന്ധമാണ്, സയ്യിദുമാരോടുള്ള ആദരവാണ്, ബഹുമാനം. ഉസ്താദുമാരോട് അതുപോലെ ബഹുമാനം, ഗുരുത്വം എന്ന് പറയുന്ന ഒന്നാണ്. അദ്ദേഹം ബാക്കിയാക്കി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അബ്ദുറഹീം ക്ലാസ്സിൽ കുട്ടികൾ പലതരത്തിലുള്ള നിഷ്കാലങ്ങളുണ്ട്. നമ്മുടെ ചില പണ്ഡിതന്മാരുണ്ട്, പന്നുകളിൽ നല്ല പ്രാവീണ്യമുള്ള, പക്ഷെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ നേരവാ നേരപ്പോ എന്ന ഒരൊറ്റ ചിന്താഗതിയുള്ള പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ അതിന് മറുപടി പറയാൻ ഒരു പ്രയാസം. മക്കളെയായിരിക്കുന്നില്ല ചോദിക്കുന്നത്, സാന്ദർഭികമായ എന്തെങ്കിലും ചോദിക്കുന്ന കുട്ടികൾ അങ്ങനെ ഉസ്താദുമാരുമായി അടുക്കുമ്പോൾ പലരും ചോദിച്ചു. ഷെയ്ഖ് അബ്ദുറഹീം അദ്ദേഹത്തിന്റെ വട്ടം കരയുടെ സ്വഭാവം ഉണ്ടാകുമ്പോൾ ഷെയ്ഖുനാക്കത്തിന് പ്രയാസമാണെന്ന് ബോധ്യപ്പെട്ടാൽ ശംസുലമ എഴുന്നേൽക്കും. വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ശംസുലമ ഉസ്താദുമോ ചോദ്യത്തിന് അപ്പം തന്നെ മറുപടി. അഭിമാനം തോന്നിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹീം ഹസ്രത്ത് അവർകൾ ഷെയ്ഖുനായതിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി തലയിൽ കൈവച്ച് ആദരിച്ച് അദ്ദേഹത്തെ സ്നേഹിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്ത് കൊടുത്ത സംഭവം ഷെയ്ഖുന പറഞ്ഞു. ഉസ്താദിന്റെ ആ അനുഗ്രഹം ഷെയ്ഖുനാക്ക് വലിയ പുരോഗതിക്കാൻ എന്റെ സദസ്സിൽ ശ്രദ്ധിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമായ മുഴുവൻ ആളുകളും മനസ്സിലാക്കണം, നമ്മുടെ ഉസ്താദുമാരെ ബഹുമാനിക്കണം. നിങ്ങളെ മഹല്ലത്തിൽ ജോലി ചെയ്യുന്ന ഖാദിയാണെങ്കിലും ആരാണെങ്കിലും മദ്രസയിൽ പഠിപ്പിച്ച ഗുരുവാണെങ്കിലും അവർക്കൊരു ബഹുമാനം കൊടുക്കണം. ആ ഉസ്താദിനെ ബഹുമാനിക്കുന്നതിലൂടെ മുതിർന്നവരെ ബഹുമാനിക്കുന്നതിലൂടെയാണ് നമ്മുടെ അതവളക്കപ്പെടുന്നത്. അതുകൊണ്ട് വലിയ ഗുണമാണ്. നമ്മൾ അനുസ്മരിക്കുന്ന ഷെയ്ഖുന സാധാരണക്കാരനൊന്നുമല്ല. ഞാൻ അമിതമായി പുകഴ്ത്തുകയുമല്ല, അതിന്റെ ആവശ്യമില്ല. ഒളവണ്ണ ദാരിമയിൽ നേരെ പറഞ്ഞൊരു സംഭവം ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുണ്ട്. നടത്തുന്നു ഈ ദാരിമിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ ദർശനം നടത്തുന്ന സമയത്ത് മിൻഹാജിലെ ഇബാറത്തിലെ ഇസ്കാലാക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ദർശനം നടത്തിക്കൊണ്ടിരിക്കെ അങ്ങനെ ചർച്ച വന്നപ്പോ അദ്ദേഹം മൗനിയായിരുന്നു. നിങ്ങൾ ഓർക്കണം, 100ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ദർശനം ഷെയ്ഖുന മൗനിയായിരിക്കും. ഒന്നും പറയുന്നു. അല്പസമയം കഴിഞ്ഞ് കണ്ണു തുടർന്ന് മൗനം ഭജിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കൃത്യമായതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇബ്നു ഹജർ തങ്ങളെ ഞാൻ ഇമാം നവവി തങ്ങളോട് ചോദിച്ചു, അദ്ദേഹം ഇങ്ങനെയാണ് അർത്ഥം പറയാൻ പറഞ്ഞത്, അങ്ങനെ അർത്ഥം പറഞ്ഞാൽ നിസ്കാരം ഉണ്ടാവൂല. നോക്കണം നിങ്ങൾ. ആരോട് ആത്മീയമായി സംബന്ധിച്ചത് ആ സംവാദം എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്.
അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മീയമായ ഒരു കരുത്ത് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു, ചെറുപ്പമായിരുന്നു. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന പ്രോത്സല പണ്ഡിതൻ മലബാറിന്റെ പല ഭാഗത്തും തന്റെ വാഗ്ധോരണികൾ കൊണ്ട് രാപ്രസംഗം നടത്തി പള്ളികളും മദ്രസകളും കയറ്റിയ വലിയ പണ്ഡിതനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ബന്ധുവായ ഹംസക്കുട്ടി മുസ്ലിയാർ നമ്മുടെ മുഷാവറയിൽ ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ പ്രോത്സല പണ്ഡിതനായിരുന്നു, നല്ല വാഴുത. അദ്ദേഹം ഒരിക്കലും യാത്രാവേളയിൽ എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവം പോരെങ്കിൽ നന്ദിദാസ് പ്രസിദ്ധീകരിച്ച ഏതോ ഒരു സ്മരണിയിൽ അദ്ദേഹം അത് ലേഖനമായി എഴുതി. അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞുകൊണ്ട് ഏതോ നല്ലവരായ വിദ്യാർത്ഥികൾ എഴുതിയ അതിൽ കൃത്യമായി പറഞ്ഞൊരു സംഭവം എന്ന് പക്ഷേ പലരും വായിപ്പിക്കാൻ അനുസരിക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുല്ലമയുടെ വീട്ടിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ അത്യാവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ശൈഖുനായുടെ വീട്ടിൽ കണ്ട ഒരു രംഗം അദ്ദേഹം വളരെ കൗതുകത്തോടെ വിശദീകരിക്കുന്നു. എന്നോട് നേരിട്ട് പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ പറയാം. ശൈഖുനാക്ക് 2 കൂട്ടുകാലകളുണ്ട്, കന്നുപൂട്ടുന്ന 2 കാലകൾ. ആ 2 കാലങ്ങളിൽ ഒന്നിനെ മകൻ ഒരു സാമ്പത്തിക ലാഭം കിട്ടുമെന്ന് കണ്ടപ്പോൾ വേറൊന്നുമായി വെച്ചുമാറി ഇതിനെ കൂട്ടാൻ കൊണ്ടുപോയിട്ട് ആ മാറ്റിക്കൊണ്ടുവന്ന കാലം നടക്കാതെ അതിനെ ഈ ജോലിക്ക് പറ്റാതെ പ്രയാസപ്പെട്ട് ഈ പണിക്ക് നേതൃത്വം കൊടുക്കുന്ന തൊഴിലാളി അവയെ കൊണ്ടുവന്നിരിക്കുന്ന വീട്ടിലേക്ക് തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ശൈഖുനായോട് പരാതി പറയാം, എന്തിനാണ് നല്ല കാളയെ വെച്ചാൽ ഈ കാള കാണാനേ പറ്റും, പണിയെടുക്കാൻ പറ്റില്ല, എന്താണ് പ്രശ്നം? ശൈഖുന ചോദിക്കുന്നു. അത് നടക്കുന്നില്ല. മറ്റേ കാലയുടെ കൂടെ നടക്കാൻ അതൊക്കെ പറ്റില്ല, ആ മൂരിയെ കന്നുകൂട്ടാൻ പറ്റില്ല. അയാൾ സ്നേഹം കൊണ്ടായിക്കൊണ്ട് അടുത്ത ഭാഷ പറയുന്നത് ആ വീട്ടിൽ ഈ ജോലി ചെയ്യുന്ന ആൾക്കൊരു ചോദ്യമൊക്കെ ഉണ്ടാവും. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ കേട്ടുകൊണ്ടാ ചെല്ലുന്നുണ്ട്. മുഹമ്മദ് മുസ്ലിയാർ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തോട് നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ സ്വീകരിച്ച ശൈഖുന തന്റെ ജപിക്കുന്ന മാലയുമായി നേരെ തന്റെ ആ വടിയും പിടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ഒരു സിമന്റ് തറയിലാണ് ഇരിക്കാറുള്ള ഒരു ബെഡ് പോലും അതിലുണ്ടാവും, ലളിതമാണ്. അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആ കെഴുത്തിന്റെ അടുത്ത് ഏതാണ് ആ കാളാന്ന് കാണിച്ചു. ആ കാള ഇതാണെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ കാളയുടെ കണ്ണിലേക്ക് അദ്ദേഹം ഇങ്ങനെ നോക്കുക. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞതാണ്, ശൈഖുന പറഞ്ഞതല്ല. സാക്ഷിയായ മുഹമ്മദ് മുസ്ലിയാർ പണ്ഡിതൻ പറയുന്നു, ശൈഖുന കാളയുടെ കണ്ണിലേക്ക് നോക്കി 4 കണ്ണുകൾ കൂട്ടിമുട്ടി. കാളയുടെ 2 കണ്ണുകളും ശൈഖുനയുടെ 2 കണ്ണുകളും. അദ്ദേഹം എന്തോ ചെയ്തുകൊണ്ട് മന്ത്രിക്കുന്നുണ്ട്. ശൈഖുന ഒന്നും പറയുന്നില്ല. അല്പസമയം ആ നൃത്തം അങ്ങനെ വികാര നിർഭരമായി അല്പസമയം കഴിഞ്ഞപ്പോൾ ശൈഖുന കൊണ്ടുപോയി കൊടുക്കട. ആ പണിക്കാരൻ ഒന്നും പറയാതെ കാളകൾ അഴിച്ചുകൊണ്ടുപോയി. അയാൾ നേരത്തെ കൊണ്ടുപോയി കൂട്ടുന്നതിൽ പരാജയപ്പെട്ട് തിരിച്ചു കൊണ്ടുവന്നു. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ ശൈഖുനായുമായി സംസാരിച്ചിരുന്നു. കൂട്ടുകാരൻ തിരിച്ചു വന്നു. നന്നായിട്ട് നടക്കുമെന്ന് ഒരു കുഴപ്പവുമില്ല. അയാളുടെ മുഖത്ത് സന്തോഷം ദൃശ്യമായത് മുഹമ്മദ് മുസ്ലിയാർ സൂചിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ലേഖനത്തിൽ ഈ സംഭവം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ അത് അതിശയോക്തിക്ക് വേണ്ടി പറഞ്ഞതല്ലെന്ന് അദ്ദേഹത്തിന്റെ ആ വിവരണത്തിൽ എനിക്ക് ബോധ്യമായി. അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മൃഗത്തെ പോലും തർബിയത്ത് ചെയ്യും. ഒരു മൃഗത്തെ പോലും തർബിയത്ത് ചെയ്യാൻ കഴിയുക എന്ന് പറയുമ്പോൾ അപാരമായ സിദ്ധിയല്ലേ ചിന്തിച്ചു നോക്കുന്നത്? അതൊരു അപാരമായ സിദ്ധി. ഒരു മൃഗത്തെ അങ്ങനെ തർബിയത്ത് ചെയ്യാൻ കഴിയുക ആർക്കാ കഴിയുക? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ പടച്ചറപ്പിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാവൽ അവർക്ക് ലഭിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ഈ ഭൂമുഖത്തുള്ള പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സഹായികളാണ്. എല്ലാവരും അവരെ സഹായിക്കും. ആ സഹായം അവർക്ക് ലഭ്യമാകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അവർക്ക് കാവൽ ഏർപ്പെടുത്തുകയാണ്. നല്ല ഉദാഹരണമല്ലേ താരീഖിൽ എത്രയുണ്ട്? നല്ലവനായ ചെറുപ്പക്കാരൻ, സൈനിക സേവനം നടത്താൻ മാത്രം ആരോഗ്യമുള്ള വ്യക്തി, പക്ഷേ നല്ല ദാസ്യമാണ്. അള്ളാഹുവിലേക്ക് അടുക്കുന്ന നല്ല പ്രവർത്തനം ചെയ്യുന്ന പടച്ചറപ്പിലെ ഇഷ്ടദാസനാണ്. കൽബ് നല്ലതാണ്, തെളിഞ്ഞ കൽബുള്ള നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഒപ്പം ജോലി ചെയ്തയാണ്, ഒന്നിച്ച് കടന്നയാണ് ജഅഫർ ഇബ്നു സയ്യിദ് ഉദ്ധരിക്കുന്നത്. എന്താണ് ജഅഫർ ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല പറയുന്നത്? അവര് 2 പേരും ഒരു സൈനിക സേവന ഘട്ടത്തിൽ നേരിട്ട് കണ്ട അനുഭവിച്ച സംഭവം അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഒരു സൈനിക സേവനത്തിന് വേണ്ടി പോകുന്നു. ഖറജനാ മഅ ജയ്ശിൻ മിൻ ജുയൂശിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് താരീഖിന്റെ സംഭവം ഉദ്ധരിക്കുന്നു. ഖറജനാ ഞങ്ങൾ പുറപ്പെട്ടു,
മുസ്ലിമീങ്ങളുടെ ഒരു സംഘത്തിൽ നിങ്ങൾ പുറപ്പെട്ടു, യുദ്ധസംഘത്തിൽ പുറപ്പെട്ടു. അങ്ങനെ അവര് പോയി ഒരു പ്രത്യേക സ്ഥലത്ത് അവർ തമ്പടിച്ചു. സൈന്യം തമ്പടിച്ചുകൊണ്ട് അവർ തമ്പടിച്ച് കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തെ കുറിച്ച് ഇവർക്കറിയാം, ഇദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം അറിയാം. അതുകൊണ്ട് തന്നെ ജഅഫർ ഇബ്നു സയ്യിദ് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സുഹൃത്ത് ചിന്തിച്ചു. ആ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രത്യേകം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പ്രത്യേകമായി ഒരു കാര്യം ചെയ്തു. ഇയാളൊന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ച് എങ്ങനെയെങ്കിലും കൃത്യമായി ഒന്ന് നിരീക്ഷിക്കാം. ആ നിരീക്ഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ ഇയാളെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉണർന്നിരുന്നുകൊണ്ട് നിരീക്ഷിച്ചു. ഉറങ്ങിയതുപോലെ കിടന്നു. അദ്ദേഹം തന്നെ പറയുന്നു, ആ സൈന്യം മുഴുവൻ അവരുടെ ഉറക്കത്തിൽ മുഴുകി നിൽക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടതെങ്ങനെയാണ്? അദ്ദേഹം അതാ എഴുന്നേൽക്കുന്നു തന്റെ ഉറക്കത്തിൽ നിന്ന്. രാത്രി ടെന്റിൽ ഇങ്ങനെ എഴുന്നേറ്റിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ചെറിയൊരു കാട്ടിലേക്ക് പ്രവേശിക്കും. ആ കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇദ്ദേഹം അവിടുന്ന് മെല്ലെ എഴുന്നേറ്റ് അദ്ദേഹം കാണാതെ ആ ഇരുട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ മെല്ലെ ഇങ്ങനെ പോയി. എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്നത്? ഈ സംഭവത്തിൽ ഒരു പാഠമുള്ളതാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഒരു മൃഗത്തെ ശേഖരനെ തെരഞ്ഞെടുപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനൊരു ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കൃത്യമായിട്ട് പറയുന്നത്. കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ട് താബീകളുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാം, ആ മനുഷ്യന്റെ പിന്നാലെ, കൂട്ടുകാരന്റെ പിന്നാലെ പോയി അയാൾ അറിയാതെ അനുധാവനം ചെയ്യും. അദ്ദേഹം നേരെ കാട്ടിലേക്ക് പ്രവേശിച്ചു. ഒരു സ്ഥലം തലപ്പെടുത്തി കിബില നിർണ്ണയിച്ചു. അർദ്ധരാത്രി എന്റെ തമ്മിൽ നിസ്കരിക്കാത്തത് വലിയ നിസ്കാരക്കാരനാണ്. രാത്രി എല്ലാവരും കാണും. ആളുകളെ കാണാൻ വേണ്ടി നിൽക്കുന്ന ചെല്ലലും വലിയ മാനപിൻകലുമല്ല. എല്ലാവരും ഉറങ്ങിക്കിടന്നിട്ട് വെല്ലം എഴുന്നേറ്റ് ആരും അറിയാതെ പോയി നിസ്കരിക്കുക. അതൊരു ഇഖ്ലാസ്. അത് വല്ലാത്തൊരു ഇഖ്ലാസ്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയോ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല. അല്ലെങ്കിൽ ആ കാട്ടിൽ പോയി നിസ്കരിക്കേണ്ട കാര്യമില്ല. പുറത്ത് നിസ്കരിക്കാൻ ചിലപ്പോൾ കണ്ടുവന്ന് വരും. അല്ലാഹു ഞാനും നമ്മളുടെ ബന്ധം മാത്രം ഒരു മനുഷ്യനും അറിയരുത്. ദൈവത്തിന്റെ ഗൗരവം നോക്കുന്നു. അങ്ങനെ ഇദ്ദേഹം മെല്ലെ മെല്ലെ ആ കാട്ടിലേക്ക് തെക്കുവീര് കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ സംഭവിച്ചെന്താ? അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി തെക്കുവീര് കിട്ടുമ്പോൾ ഒരു സിംഹമെന്ന് പ്രത്യക്ഷപ്പെട്ടു. കാട്ടിൽ സിംഹമുണ്ടാകും. ആ സിംഹം പുറപ്പെട്ടു. ഈ മനുഷ്യന്റെ വാസനകൾ അത് പുറത്തു വരാം. ആ സിംഹം പുറപ്പെട്ടു. ആ കാടിന്റെ ഭാഗത്ത് നിന്ന് ശരിക്കും പടിഞ്ഞാറ് കാടിന്റെ ഒരു സാധനം പേടിക്കൂലേ? ഇയാൾ പേടിച്ചുപോയി. കൂട്ടുകാരൻ പേടിച്ച് പറച്ചുപോയി. ഞാനൊരു ഉയരമുള്ള മരത്തിന്റെ മുകളിൽ ഷജറത്തൻ വാസിക്കത്തൻ വലിയ മരം. ആ ഉയർന്ന മരത്തിന്റെ മുകളിലേക്ക് ഞാൻ ചാടിക്കേറി അവിടെ അള്ളിപ്പിടിച്ചു. പറച്ചോണെ, എന്റെ കൂട്ടുകാരന്റെ കഥ ഇഷ്ടം കഴിയുമോ? പേടിച്ച് പറച്ചുപോയി. ആ സന്ദർഭത്തിൽ അദ്ദേഹം കാണുന്നത് ആ മൃഗം വന്നിട്ട് പൂച്ചക്കുട്ടിയെ പോലെ മുമ്പിൽ വന്നിരിക്കുക. എന്നിട്ട് പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കുന്ന ആ കുലിസങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ തലതിരിച്ചാണ്. എന്റെ ശത്രുക്കളും വരുന്നുണ്ടാവും. ഒരു കാവൽ പടനെ പോലെ, ബോഡി ഗാർഡ് പോലെ ഒരു ബോഡി ഗാർഡ് പോലെ നടക്കുന്നു. ഫിലത്തുബിനാശിയമന്റെ ഏറ്റവും അടുത്ത് വന്നിട്ട് ആ സിംഹം ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം നിസ്കരിക്കുകയാണ്. സിംഹത്തെ കണ്ടിട്ട് അദ്ദേഹം പേടിക്കൊന്നൊന്നുമില്ല. ആ സിംഹത്തെ കണ്ടിട്ടും പടച്ചടപ്പുമായുള്ള മുനാജാത്ത് മുറിയുന്നില്ല. നമ്മളാണെങ്കിൽ സിംഹത്തിന്റെ മുമ്പിൽ തെക്കുവീറ് കെട്ടി നിൽക്കുന്ന രംഗത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരു മൃഗം അവിടെ വന്നതായി പോലും അദ്ദേഹത്തിന് ഭാവമേ ഇല്ല. ഇത് കണ്ടുകൊണ്ട് കൂട്ടുകാരൻ മരത്തിന്റെ മുകളിൽ നിന്ന് കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ നിസ്കാരം അതാ അവസാനിക്കുന്നു. ഫലമ്മ സല്ലമ, നിസ്കാരം കിട്ടിയപ്പോൾ വളരെ സമാധാനത്തോടുകൂടി പേടിക്കാതെ വറക്കാതെ ആ മൃഗത്തെ, സിംഹത്തെ നോക്കി. ഫിലത്തുബ്രാശ്യം റളിയല്ലാഹു തആല അൻഹു സിംഹത്തെ നോക്കി. വഹറക ശഫതൈഹി ബികലാമിൻ ലം അസ്മഉഹു, ഞാൻ മരത്തിന്റെ മുകളിലാണ്, എനിക്ക് കേൾക്കാൻ പറ്റാത്ത വിധം ആ സിംഹത്തോടെന്തോ ചുണ്ടനക്കി പറഞ്ഞു ഇദ്ദേഹം. ആ സിംഹത്തോട് അദ്ദേഹം എന്തോ ചുണ്ടനക്കി പറഞ്ഞു. അതങ്ങ് പറഞ്ഞതോടുകൂടി ഫഇദാ ബിൽ അസ്ദി അൻസരിഫു അൻഹു ഫീ ഹുദൂ, വളരെ ശാന്തമായി ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ ആ സിംഹം പിന്തിരിഞ്ഞു പോയി. മടങ്ങിപ്പോയി. എവിടുന്നാണോ വന്നത് അങ്ങോട്ട്. ഈ സംഭവം താരീഖിന്റെ കിതാബിൽ തിരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസുള്ള ഒരു മനുഷ്യന് പടച്ചറപ്പ് കാട്ടിലെ ഏറ്റവും ശക്തനായ രാജാവിനെ കൊണ്ടുവന്ന് കാവൽ നിർത്തി കൊടുക്കുകയാണ്.
അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ മനുഷ്യന്റെ മനസ്സിന്റെ ഇഖ്ലാസ്, ആ മനുഷ്യന്റെ മനസ്സിലുള്ള അല്ലാഹുവിനുള്ള തഖ്വയാണ്. ആ തഖ്വ നിങ്ങളെ കൽബിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട. അത്തരം തഖ്വയുള്ള മഹത്തുക്കളെ നമ്മൾ പിടിച്ചാൽ നമ്മളും പേടിക്കണ്ട. അദ്ദേഹം എപ്പോഴും ബഹുമാനപ്പെട്ട ശൈഖുന് എപ്പോഴും മഹാന്മാരോട് ബന്ധമുള്ള വ്യക്തിയാണ്. ഈ മഖാമിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ ഓർത്ത് നോക്ക് നിങ്ങൾ. ഇവിടെ ഉറൂസ് നടത്താൻ അദ്ദേഹം പ്രേരിപ്പിച്ചത് നോക്ക് നിങ്ങൾ. നെല്ലിക്കുന്നിലെ ഉപ്പാപ്പാന്റെ ഉറൂസ് നടത്തണമെന്ന് പറഞ്ഞവർ ബഹുമാനപ്പെട്ടവരാണ്. കാസർഗോഡ് വഴി സഞ്ചരിക്കുമ്പോൾ പല പള്ളികളിലും കയറിയാൽ ഇവിടെ ഒരു മഹാൻ കിടക്കുന്നുണ്ടെന്ന് ശൈഖുന പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ മഖാമ് പരിപാലിക്കാൻ തുടങ്ങിയത്. പല മഖബറകളും ഹയാത്താക്കിയത് ബഹുമാനപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ തിരിച്ചറിയാം. അവരെവിടെ കിടക്കുന്നുവെന്നത് പക്ഷേ അവർക്ക് ഉത്ബോധനം കിട്ടിയേക്കാം. അതുകൊണ്ട് തന്നെ മഹത്വങ്ങളുമായുള്ള ബന്ധം അപാരമാണ്. ആതിരാപട്ടണത്തിലെ മുഹമ്മദ് കുട്ടി അവർക്ക് വന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനായ തമിഴ്നാട്ടിലേക്ക് ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചു. മുഹമ്മദ് കുട്ടി അസറത്ത് തന്നെ എഴുതി വെച്ച ലേഖനത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞ ഒരു കണ്ടീഷനോടെ ഞാൻ വരാം. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ തമിഴ്നാട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് മുത്തുപേട്ട ദാവൂദ് ഹക്കീം തങ്ങളുടെ മക്ബറ സിയാറത്ത് ചെയ്യാൻ അവസരം നൽകി തരണം. ദാവൂദ് ഹക്കീം തങ്ങളുടെ ബഹുമാനപ്പെട്ടവർ തമ്മിൽ അങ്ങനെയുള്ള ആത്മീയ ബന്ധമുണ്ട്. അവിടെ സിയാറത്ത് ചെയ്യാൻ അവസരം ഒരുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി അവിടെ സിയാറത്ത് ചെയ്തു. മുഹമ്മദ് കുട്ടി അസറത്ത് തന്നെ എഴുതി വെക്കുന്നു. സിയാറത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്താക്കി. എനിക്കല്പം സ്വകാര്യം പറയാനെന്ന് പറഞ്ഞ് എല്ലാവരും പുറത്താക്കി വാതിലടച്ച് മഖാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തോ ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടവരുമായി സംവദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിശയോക്തി ഉണ്ടാവും. അങ്ങനെ അതിശയോക്തിപരമായി കാണുന്നവർക്ക് കാണാം. ഞാൻ ആ സൗന്ദര്യം തന്നുകൊണ്ട് തന്നെ പറയുന്നു, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസമുള്ളവർക്ക് അതിൽ യാതൊരു തർക്കമാണ്. റിഫായി ശൈഖ് തങ്ങൾ റൗദ ശരീഫിന്റെ അടുത്ത് ഇങ്ങനെ വന്നു നിന്നിട്ട് നേരിട്ട് റസൂലുള്ളാഹിയോട് കൈ ചോദിച്ചപ്പോ അള്ളാന്റെ റസൂൽ കൈ നീട്ടി കൊടുത്തു എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചതാണല്ലോ. ഇറാഖ് സന്ദർശിക്കുന്ന സ്ഥലത്ത് റിഫായി ശൈഖ് തങ്ങളുടെ മക്ബറയിൽ ചെന്നപ്പോ ആ മക്ബറയിൽ വലിയ ഫ്ലക്സ് പോലെ എഴുതി വെച്ചിരിക്കുന്നു ഈ ബൈത്ത് എന്റെ പകരമായി ഇവിടേക്ക് എപ്പോഴും പാർട്ടി ഓർഗനൈസേഷനെ പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് എല്ലാം അയക്കാറുണ്ട്. കയ്യൊന്നും നട്ടിത്തരോ? ഞാൻ കൂടെ വന്നിട്ടുണ്ട്, കയ്യൊന്ന് ചുംബിക്കണം. റൗദ ശരീഫിന്റെ കൈ നീണ്ടു എന്നാണ് പറയുന്നത്. റിഫായി ശൈഖ് തങ്ങളുടെ മക്ബറ സമസ്തക്കാരെ എഴുതി വെച്ചുകൊണ്ടല്ല. റിഫായി ശൈഖ് തങ്ങളുടെ മക്ബറ ബഗ്ദാദിൽ നിന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാൽ കാണാൻ കഴിയും. ആ മക്ബറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരെ കണ്ടു. നേരെ പോയാൽ നേരെ കാണാൻ പറ്റും. അള്ളാഹു കബൂൽ ചെയ്യണം എന്ന് ചിന്തിക്കണം നിങ്ങൾ. ആ കൈ നീട്ടിക്കൊടുക്കാൻ കൈയുണ്ടല്ലോ. ഇതൊരു അത്ഭുതകരമായ സംഗതിയാണ്. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല മദീനയിൽ പ്രശ്നമുണ്ടായ സമയത്ത് ഹർറ കാലഘട്ടത്തിൽ ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ റൗദ ശരീഫിൽ നിന്ന് ബാങ്ക് കേട്ടു എന്ന് രേഖപ്പെടുത്തി. സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങൾ മദീനത്തെ പൗച്ചല പണ്ഡിതൻ. അവൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ പടച്ചിറപ്പ് പലതരത്തിലുള്ള അത്ഭുതങ്ങളും മഹാന്മാരെ കൊണ്ട് കാണിച്ചതുവരാണ്. ശൈഖുനാ ശംസുൽ മുത്തപ്പേട്ടയിലേക്ക് പിന്നെ പോകുമ്പോ നല്ലൊരു മധു എഴുതിയിട്ട് ആ മധുവും കൊണ്ടുപോയത്. ആ മധു കൊണ്ടുപോയിട്ട് തന്റെ കൂടെയുള്ളവരെയും കൂട്ടി അവിടെ നിന്ന് മക്കാമിൽ വെച്ച മധു പാടി. ആ മധുവിന്റെ അവസാനം മുഴുവൻ ദുആമാണ്. ദാവൂദ് ഹക്കീം തങ്ങളെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് മധു ഇങ്ങനെ പറഞ്ഞ അവസാനം പറഞ്ഞില്ലേ, യാ റബ്ബനാ ബി ഹഖി ഹാദ ശൈഖ് ദാവൂദ് അൽ വലി ഖബ്ലനാ ഖുർറത ഐനിൽ അബി വന്നസിൽ ദലീല ഇലാഹ. നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുനാ എം പി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം. ബഹുമാനപ്പെട്ടവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ഈ സമസ്തയ്ക്ക് വേണ്ടി ധീരമായി നിലകൊള്ളുവാനും പ്രവർത്തിക്കുവാനുള്ള എല്ലാ കഴിവും തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. ഞാൻ വല്ലാതെ അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയാണ്, ശരിക്കും നിങ്ങൾ ആ മെയ്റ്റിന്റെ അർത്ഥം നോക്കണം. എന്താണ് ഞങ്ങൾക്ക് കുടുംബത്തിലും അതുപോലെ തന്നെ സന്തതികളിലും ഒക്കെ ഞങ്ങൾക്ക് നേർവഴി തരണേണ്.
يا ربنا بحق هذا الشيخ داوود الولي ادفع عن سحرا وشيطانا بقهريا جليل لا اله الا الله. എത്ര മനോഹരമാണ് ശൈഖുൻ അവിടെ പാട്. അള്ളാഹുവിന്റെ മഹത്വങ്ങളോട് ശരിക്കും തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥന നടത്തുക. ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹത്വങ്ങളും യാ റബ്ബനാ ബിഹഖി ഹാദാ ശൈഖ് ദാവൂദൽ വലി ഇഫ്തഹ് അബ്വാബ ബറകാതിൻ വഖൈരിൻ മുംതലി ലാ ഇലാഹ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയ ബന്ധത്തിന്റെ ഔന്നത്യം പലപ്പോഴും ഉപകരിക്കുന്നതായി നമ്മൾ കണ്ടിരുന്നു. പരലോക യാത്രയിൽ ബഹുമാനപ്പെട്ടവർ ചെയ്ത പ്രവർത്തനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പരലോകം നമ്മൾ സമസ്തക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനാ ഇവിടെ വല്ല പ്രതിഫലം കിട്ടാനാ? അങ്ങനെയാണെങ്കിൽ വേറെ വല്ല മാർഗവും സ്വീകരിച്ചു. മരിച്ചിട്ട് എന്തെങ്കിലും പ്രതിഫലം ഇതുകൊണ്ട് കിട്ടണമെന്ന ലക്ഷ്യം മാത്രമേ ഇതിലുള്ള വേറൊന്നുമില്ല. ആ ലക്ഷ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനം. ഞാൻ അധികം നീട്ടുന്നില്ല, ഉത്സവം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞ് അവസാനിക്കുന്നു. നിങ്ങൾ നോക്കണം, ബഹുമാനപ്പെട്ടവർ ചെയ്ത രണ്ട് പ്രവർത്തനം. ഒന്ന്, അദ്ദേഹത്തിന്റെ മരണത്തിനും രോഗിയായി കിടക്കുന്ന സമയത്ത് 1996 മരണം. 96 ഓഗസ്റ്റ് 10 സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് നടത്തി. ആ എക്സിക്യൂട്ടീവിലേക്ക് ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ സമ്മതം ചോദിച്ചുകൊണ്ട് അദ്ദേഹം വരിക. അദ്ദേഹം എക്സിക്യൂട്ടീവിൽ വരേണ്ട സീരിയസ് ആയ ഒരു ചർച്ച അവിടെയില്ല. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവരോട് വരുന്നു. അദ്ദേഹം ആ സദസ്സിനോട് പറയുന്നു, ഞാൻ ഡോക്ടറുടെ സമ്മതം വാങ്ങിയിട്ടാണ് യോഗത്തിന് വന്നത്. അത് തന്നെ യോഗത്തിലുള്ള ഉസ്താദുമാരെ അത്ഭുതപ്പെടുത്തിക്കാൻ അങ്ങനെ സീരിയസ് ആയ ഒരു ചർച്ച അവിടെ ഇല്ല. ശരിക്കും വരേണ്ട ഗൗരവമില്ല. പിന്നെ എന്തിനു മഹാനവറുകൾ പറഞ്ഞു, നമ്മുടെ ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് മരിച്ചുപോയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഉമറാക്കളുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. എന്നാൽ നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി ദിവസം നിശ്ചയിച്ചാൽ അവർക്കൊക്കെ അന്ന് ദുആ കിട്ടും. അതിന്റെ ഗുണം നമുക്ക് എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് നമുക്കെന്താ, സമസ്തക്ക് ഒരു ദുആ ദിനം നിശ്ചയിച്ചാൽ, പ്രാർത്ഥനാ ദിനം നിശ്ചയിച്ചാൽ, നിങ്ങൾ ഓർക്കണം 1926 മുതൽ 1996 വരെയുള്ള നീണ്ട സമസ്തയുടെ കാലഘട്ടം പരിശോധിച്ചാൽ ആ കാലഘട്ടത്തിനടക്ക് സമസ്ത അങ്ങനെ ഒരു പ്രാർത്ഥനാ ദിനം ആചരിച്ചിട്ടില്ല. ഇഷ്യൂ ഉണ്ടാവുമ്പോൾ പ്രാർത്ഥന, ഒരു പ്രധാന വലിയ രോഗമുണ്ടാകുമ്പോൾ ആഹ്വാന പ്രകാരമുള്ള പ്രാർത്ഥനയല്ലാതെ ഇന്ന ദിവസം പ്രാർത്ഥനാ ദിനം എന്ന് സമസ്തയുടെ 26 മുതൽ 96 വരെയുള്ള ചരിത്രത്തിലില്ല. എന്നാൽ ഈ വാക്കോടുകൂടി അത് ഉണ്ടായി. അടുത്ത മാസം സെപ്റ്റംബർ മാസം 9-ാം തീയതി പ്രാർത്ഥനാ ദിനം നിശ്ചയിക്കപ്പെട്ടു. ആ നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനാ ദിനം സമസ്തയുടെ സർക്കുലർ മുഖേന സകല മദ്രസയിലും അറിഞ്ഞു, സകല പ്രദേശത്തും അറിഞ്ഞു. എല്ലാ സ്ഥലത്തും അതിന്റെ അലോലികളുണ്ടായി. എല്ലാവരും പ്രാർത്ഥിക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ റെഡിയായി നിൽക്കുന്ന സമയത്തതാ അതിന്റെ 2 ആഴ്ച മുമ്പ് ശൈഖുന ലോകത്തോട് വിട പറയുന്നു. ഓഗസ്റ്റ് 10 അദ്ദേഹം വന്നു, തീരുമാനിച്ചു ഓഗസ്റ്റ് 19 മരിക്കും. മരണം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവരുടെ ആ പ്രാർത്ഥനാ ദിനം വരുമ്പോ ആദ്യമായി എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അപ്പോൾ തനിക്ക് വേണ്ടി ലക്ഷങ്ങളുടെ പ്രാർത്ഥന കൊയ്തെടുത്തുകൊണ്ട് അദ്ദേഹം പോയി. ലക്ഷങ്ങളുടെ പ്രാർത്ഥന കൊയ്തെടുത്തു. നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം, അങ്ങനെ ഒരു പ്രാർത്ഥന കൊയ്തെടുക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ എന്തായിരിക്കും അതിന്റെ ഗുണഫലം? സകല മദ്രസയിലെ പിഞ്ചുമക്കൾ, കൊച്ചുമക്കൾ, അള്ളാഹു ഉത്തരം കൊടുക്കുന്ന കാരണവന്മാർ, ദീനിനു വേണ്ടി ഒരുപാട് പണം കൊടുത്തവർ, മുതവല്ലിമാർ, മുദരിസുമാർ, ഖതീബുമാർ, മുഅല്ലിമീങ്ങൾ, അങ്ങനത്തെ ഒരു പ്രാർത്ഥനാ ദിനം നിശ്ചയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ കടന്നു. അതൊരു മനുഷ്യന്റെ ഭാഗ്യത്തിന്റെ ലക്ഷണം. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമൂഹത്തെ ഒരുക്കി നിർത്തിയിട്ട് പോയി. മാനുമുസ്ലിയാർ പോയതുപോലെ. മാനുമുസ്ലിയാർ പോയപ്പോ കണ്ടില്ല നിങ്ങള്? മാനുമുസ്ലിയാർ പോകുന്ന സമയത്ത് ഒരു വലിയ സഭയോടെ നിർത്തി. പോയവരൊക്കെ തിരിച്ചു വന്നു. മയ്യത്തർ വന്നപ്പോ എന്ന് പറഞ്ഞാൽ അറബിക്കടൽ പോലും നിശ്ചലമായി ഇതൊരു പള്ളി എഴുതാൻ കാരണം മയ്യത്തുസ്കാരം നടക്കുമ്പോൾ അതിന്റെ മുമ്പ് സമ്മേളന സമയത്ത് അലയൊലിയായിരുന്നു. കടലിൽ അലയൊലി അടിച്ചു വീശി ആ മയ്യത്തുകളെ വെച്ചിട്ട് നിസ്കാരം നടക്കുമ്പോൾ കടലിൽ ഒരു ചലനമുണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു അറബിക്കവി മനോഹരമായിട്ട് എഴുതിയത്, എന്താണ് അറബിക്കടലിന്റെ അലമാലകളെ അങ്ങനെ അടക്കി നിർത്തിയിട്ട് ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹം.
മാ അഖദ അൽ മൗത ബഹറുൽ അർദി ഹൈറാന ഇദ മാ ജതഖു ബിഹാരിൽ ബിദി അഹ്സാന മാ അഖദ അൽ മൗത ഈ തിരമാലയെ ഒതുക്കിയതാരാ ശാന്തമാക്കിയതാരാ ഇത് മാ ജതഖു ബിഹാരിൽ ബിദി ഒരു ധവള സമുദ്രമുണ്ട് പുരുഷന്മാർ നല്ല മനുഷ്യന്മാർ വാല്യമീങ്ങൾ അവരെ കണ്ണുനീരിന്റെ ഒരു സാഗരം തീർക്കുമ്പോ അറബിക്കടലത്തെ അനങ്ങാതെയും ഇല്ലാതെയും ഉള്ളത് ഒരു ചോദ്യമാണ് മനോഹരം. ശ്രദ്ധിക്കുക, KL 13 2337 ഈ വണ്ടി നിർബന്ധമായും അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണം. വലിയ മാർഗദർശനം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു സംഭവമല്ലേ? ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ മഹാനായ ഗുരുദേവൻ പോയപ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥന ബുക്ക് ചെയ്തു. രണ്ടാമത്തേത് എവിടെയാണ് അദ്ദേഹം പോയി കിടക്കുന്നത് നോക്കണം. അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് അസ്ഹരി തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ട് ആ മക്കാമ് നിൽക്കുന്ന സ്ഥലം സമത്വത്ത് കിട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കി സമത്വ രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കാമുള്ള പള്ളിയുടെ പരിസരം മുഴുവൻ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവർ നടത്തിക്കൊണ്ടു പോകുന്ന പള്ളിയാണ്. അത് സമത്വക്ക് ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ അദ്വൈതകൾ ഒരു വലിയ സമത്വയുടെ പ്രസംഗസ്ഥാനത്ത് അദ്ദേഹം മെച്ചപ്പെട്ട പ്രധാന ഉദ്ദേശം അതായിരിക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അത് ശരിക്കും നടത്തി. അങ്ങനെ സമത്വക്കത് എഴുതി കിട്ടി. അത് പരിപാലിക്കുന്നു അദ്ദേഹം. അത് സമത്വയുടേതായപ്പോൾ പറഞ്ഞു, എന്റെ കബർ അവിടെയായിരിക്കണം. സമത്വയുടെ ബാനി ഹസറത്തിന്റെ കാലിന്റെ ചുവട്ടിൽ മുല്ലക്കോയ തങ്ങളുടെ ആ കുടുംബത്തിന്റെ കാലിന്റെ ചുവട്ടിൽ അദ്ദേഹം പോയി കിടന്നു. എന്താണ് മനോഹാരി ആ കബർ? അങ്ങനെ എഴുതണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കിടത്തം ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ മക്കാമ് തന്നെ ഹയാത്തായി. ആ മക്കാമ് തന്നെ അതുകൊണ്ട് ഹയാത്തായില്ലേ? ആ മക്കാമ് എന്ന് വലിയ ഉറൂസിന്റെ കേന്ദ്രമായി മാറി. കഴിഞ്ഞ ഉറൂസിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് സമ്മതിച്ചില്ലേ? അതൊരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിർമ്മത്തല്ലേ. പിന്നെ എന്താ നിർമ്മത്ത്? അതിലപ്പുറം വലിയ നിർമ്മത്തിന് എന്താ പറയുന്നത്? മരണശേഷം മുഴുവനാണ് നമ്മുടെ സിയാറത്ത് ചെയ്യുന്ന ബാനി ഹദറത്തിന്റെ മക്കാമ് പോലും ശൈഖുനായെ കൊണ്ട് ഒന്നുകൂടി പ്രസിദ്ധമാണ്. അത്രമാത്രം അല്ലാഹു അനുഗ്രഹിച്ച മഹത്വം. ആരായിരുന്നു ശൈഖുനാഥിന്റെ ചോദ്യത്തിന് ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നൊന്ന് ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവർ ബാപ്പാനോട് ചോദ്യം ചോദിക്കുന്നു. ഇമാം അഹ്മദ് ഹംബൽ തങ്ങളുടെ മകൻ ബാപ്പാനോട് ചോദിക്കുക, യാ അബി അയ്യു റജുലിൻ കാന ശാഫിഈ, ആരാണ് ഈ ശാഫിഈ? ഫഇന്നി സമിഅതുക തുക്സിറു മിന ദുആഇ ലഹു, നിങ്ങൾ എപ്പോഴും അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നല്ലോ, ആരാണ് ഇയാൾ? മകൻ പറയണ ബാപ്പാനോട്, ഫഇന്നി സമിഅതുക, നിങ്ങളെ ഞാൻ കേൾക്കുന്നു, തുക്സിറു മിന ദുആഇ ലഹു, എന്താണ് ഇങ്ങനെ ദ്വാരങ്ങൾ ആരയാൾ? ആ ബാപ്പ മകന് പറഞ്ഞിട്ട് മറുപടി, യാ ബുനയ്യ, എന്റെ കുഞ്ഞേ, കാന ശാഫിഈ കശംസിൽ ദുനിയാ, ദുനിയാവിൽ സൂര്യനെ പോലെയാണ്. ദുനിയാവിന് സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ വെളിച്ചം മാത്രമല്ല, ഊർജ്ജത്തിന്റെ സ്രോതസ്സാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വെളിച്ചു കൊടുക്കുന്ന സൂര്യൻ, അതാണ് ശാഫിഈ. മാത്രമല്ല ജനങ്ങൾക്ക് ആരോഗ്യം പോലെ, ആരോഗ്യമില്ലെങ്കിൽ കഴിഞ്ഞില്ലേ കഥ? ജനങ്ങൾക്ക് ആരോഗ്യവും ലോകത്തിന്റെ സൂര്യനും. ഇതിന്റെ ബാപ്പ മകനോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇത് രണ്ടിനും തുല്യവും പകരവും ഉണ്ടോനെ? ഇത് രണ്ടിനും തുല്യവും പകരവും ഉണ്ടോ? അങ്ങനെയായിരുന്നു സംശയകരമ പകരം വെക്കാറില്ലാത്ത പണ്ഡിത. അത് ശംസ് തന്നെയാണ്, അത് ശംസ് തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എംടിസാദോട് ഞാൻ പറയാം, അദ്ദേഹം എഴുതിയൊരു ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ വരിയുണ്ട്. എംടിസാദോ പകരം ദുഃഖം അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ അവസാനത്തിൽ ഞാൻ അന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മനസ്സിന്റെ സൂര്യൻ അത് നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട ഒരു അല്ലാഹു അദ്ദേഹത്തെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ അദ്ദേഹം അറിയാതെ ഒരുപാട് വേദിയിൽ പ്രസംഗിച്ചു. പക്ഷെ മനസ്സിൽ തട്ടിയ സംഭവം
നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സലീമുൽമാനി മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. സമസ്തയുടെ ഫാദില കോഴ്സിന്റെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, എന്റെ ശിഷ്യൻ സലീം ഉൽമാനിക്ക് ഒരു രോഗം വന്ന് ഞാൻ അങ്ങോട്ട് പോകാതെ. ഞാൻ പോയി. രാത്രി ഏറെ വൈകി അവിടെ എത്തിയതിന് വേണ്ടത് പിന്നെ തിരിച്ചു പോയി, ഹോസ്പിറ്റലിൽ മാറ്റാം, പിന്നെ പോയി. മരണാനന്തരം അവിടെ ചെന്നിട്ട് സത്യം പറഞ്ഞ സങ്കടം വന്നു. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് ശരിയല്ലെങ്കിലും ഞാൻ പറഞ്ഞ വാക്കിന് പറയാം. ഞാനത് കേട്ടപ്പോൾ പറഞ്ഞു, ആ കബറിന്റെ അടുത്ത് പോയി മണ്ണിടാനും അതിന്റെ പൂർണ്ണ പ്രക്രിയക്കും തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എത്ര കണ്ണൂരിക്ക് വണ്ടി ഓടിക്കുന്നവരെ പൈസ ചെലവാണ്, പെട്രോൾ വരേണ്ട സമയത്ത് അതൊന്നും ആരും കൊടുത്തിട്ടല്ല, വിദ്യാഭ്യാസത്തോട് കൊടുത്തിട്ടല്ല. സ്വന്തം പൈസ ചെലവായി ഓടി വന്ന് ഒരു യുവാവിനെ പോലെ ആ കബറിനടുത്ത് മണ്ണിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഞാനൊരു കൺവെൻഷനിൽ പറഞ്ഞു, കൊണ്ടോട്ടിയില് SYSന്റെ ഒരു കൺവെൻഷൻ, ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞു, പഠിച്ചോളെ എപ്പോഴാണ് പരിശ്രമം തീരുന്നത്, എന്നാൽ ഇങ്ങനെ ഒരു സ്നേഹം ഒരു പണ്ഡിതൻ വന്നിട്ട് നമുക്ക് ചെയ്തുതരുമല്ലോ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉസ്താദുമാരൊക്കെ അങ്ങനെ സ്നേഹനിധികളായ ഒരു ശിഷ്യനോട് കാണിച്ച ഒരു ബന്ധുവല്ലല്ലോ, സ്നേഹനിധിയായ ശിഷ്യനോട് കാണിച്ച കടപ്പാട് നിങ്ങളൊക്കെ കണ്ടുകൊണ്ട് കണ്ടതല്ലേ. സോഷ്യൽ മീഡിയയിൽ മനോഹരമായിട്ട് വന്നവരെ നമ്മൾ ചിന്തിക്കണം. അവരൊക്കെ സമഗ്രക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ അവരൊക്കെ ശംസുലമി അങ്ങനെ തന്നെ. ഞാൻ തുറന്നു പറയാം, എന്നോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്കത് മറക്കാൻ കഴിയും, അത്ര വലിയ സ്നേഹം കാണിച്ചിട്ട്. അപ്പൊ നമ്മൾ അവരുടെ ആശയങ്ങളാണ് സമൂഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആശയങ്ങൾ സമൂഹത്തെ അറിയിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ശംസുലമ മരിച്ചപ്പോൾ ശിഹാബ് തങ്ങൾ പറഞ്ഞ വാക്ക് വന്നേ ഓർമ്മണ്ടോ? ഖുർആന്റെ ആഴം കണ്ട പണ്ഡിതൻ. ഖുർആന്റെ ആഴം കാണുന്ന ഖുർആൻ ശരിക്കും നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ ലോകത്ത് അതിനെ വെല്ലുന്നൊരു സംഗതിയില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചാൽ അതിനെ മറികടക്കാൻ ആയിരിക്കാൻ പറ്റിയ ബ്രിട്ടനിൽ 4 തവണ പ്രധാനമന്ത്രിയായ ആളാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരിൽ പ്രമുഖരിൽ ചരിത്രം എഴുതിയ ആളാണ് പ്രിയപ്പെട്ട വില്യം എവൻസ് ഗ്ലാഡ്സൺ. ഒരു ദിവസം പാർലമെന്റിൽ എഴുന്നേറ്റു. ബ്രിട്ടീഷ് പാർലമെന്റിൽ എഴുന്നേൽക്കാൻ പറഞ്ഞ വാക്കുണ്ട്, ഹെൽപ്പ് ദിസ് ബുക്ക് എബോവ് ഹിസ് ഹെഡ്. തലന്റെ മുകളിൽ നമുക്ക് അള്ളാന്റെ ഖുർആൻ. എന്നിട്ട് അയാൾ പറഞ്ഞു, പാർലമെന്റിലെ പറയുന്നത്, ആസ് ലോങ് ആസ് ദിസ് ഖുർആൻ എക്സിസ്റ്റ്, ഈ ഖുർആൻ എന്ന് പറഞ്ഞ സാധനം ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം, ഈ ഖുർആൻ എന്ന് പറഞ്ഞ ഈ ബുക്ക് ഈ ബുക്ക് നിലനിൽക്കുന്ന കാലത്തോളം യൂറോപ്പ് നെവർ ബി ഏബിൾ ടു കൺകർ ദ ഇസ്ലാം കിഴക്കിലെ ഇടകാലം കൊണ്ടുവരാൻ കഴിയില്ല. ഈ ഖുർആൻ ശരിക്കും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരുടെ ശൈഖുന സമൂഹത്തോട് അതാ പറഞ്ഞു. അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ ബോധനത്തിന്റെ പ്രവർത്തനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സുന്നത്ത് ജമാഅത്താണ് അടിത്തറ. ആ അടിത്തറ തകർക്കുന്നവർക്കെതിരെ അദ്ദേഹം സമൂഹത്തെ ശരിക്കും ഉത്ബോധിപ്പിച്ചു. ഞാൻ തിരിക്കുന്നില്ല, കാരണം 10 മണിയോടെ ഉദ്ഘാടനം പോകണല്ലോ. മാത്രമല്ല ഈ പ്രസംഗം ഒരുപാട് എത്ര പറഞ്ഞാലും ശരിക്കും കേട്ടിരിക്കുന്നത് എനിക്കറിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാന്റെ ഹർജാഹ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. ഇത് സംഘടിപ്പിച്ച ആളുകൾ പ്രത്യേകിച്ച് ഈ പെരുവമ്പായിൽ ഒരുപാട് ഉമറാക്കളും നല്ല മനുഷ്യന്മാരുണ്ട്. അവരിതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. ഒരു നാട് നേരിട്ട് എത്ര ചെലവുണ്ട്. ഭക്ഷണം കൊടുക്കാൻ ഒരു സുഹൃത്ത് നേരത്തെ ഇവിടെ മനോഹരമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ജുനൈദ് സൈദി പറഞ്ഞു, അദ്ദേഹം ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് കൊടുക്കണം. അതുപോലെ ഒരുപാട് ആളുകൾ ദാരിമിമാരായ പണ്ഡിതന്മാർ വല്ലാതെ ഓടി നടക്കുന്നു. വല്ലാത്തൊരു പുനർമതം. ഞാൻ ശരിക്കും പ്രത്യേകിക്കുന്ന തിരുവനന്തപുരത്താണ്. ഞാൻ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് അവിടെ മൈതാനിൽ പ്രോഗ്രാം. പക്ഷെ ശംസുലമയുടെ ഉറൂസ് എന്ന രീതിയിൽ ഇവരെന്നോട് നേരത്തെ പറഞ്ഞ